ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യത്വപരമായ പ്രതിസന്ധികളിലൂടെയാണ് ഗാസ ഇപ്പോൾ കടന്നുപോകുന്നത്. 2023 ഒക്ടോബറിൽ തുടങ്ങിയ ഇസ്രായേൽ ഗാസ യുദ്ധം അതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഒരു വശത്ത് ബോംബാക്രമണങ്ങളിൽ പൊലിയുന്ന ജീവനുകൾ, മറുവശത്ത് തകർന്നു വീഴുന്ന വീടുകൾ. അതെ, ഗാസയിൽ നിന്നിപ്പോൾ വരുന്നത് അത്യന്തം ദയനീയമായ വാർത്തകളാണ്. യുദ്ധം ബാക്കിയാക്കിയ തകർന്ന വീടുകൾ ഇപ്പോൾ ഗാസയിലെ ജനങ്ങൾക്ക് മരണക്കെണിയായി മാറുകയാണ്. വടക്കൻ ഗാസയിലും ഗാസ സിറ്റിയിലുമൊക്കെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അതിശക്തമായ വിൻഡ് സ്റ്റോംസ് ആണ് അനുഭവപ്പെടുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ ബലക്ഷയം സംഭവിച്ച കെട്ടിടങ്ങൾ ഈ കനത്ത ശൈത്യകാല മഴയിലും കാറ്റിലുമൊക്കെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് ഗാസയിൽ കാണുന്നത്. പട്ടിണിക്കും യുദ്ധത്തിനും പിന്നാലെ ഇപ്പോൾ പ്രകൃതിയും ഗാസയിലെ ജനങ്ങളെ പരീക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബോംബ് ആക്രമണത്തെ അതിജീവിച്ച വീടുകൾ ഇപ്പോൾ തകർന്നു വീഴുന്നത്? ഇതിന് പിന്നിലെ കാരണങ്ങളും അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയും നമുക്ക് വിശദമായി പരിശോധിക്കാം. യുദ്ധം തുടങ്ങി ഒരു വർഷം പിന്നിടുമ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 70,668 പലസ്തീനികളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. ഏകദേശം 1,71,152 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1,100 ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും 200 പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ആരംഭിച്ച പ്രത്യാക്രമണമാണ് ഇന്ന് ഗാസയെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഈ മരണസംഖ്യ ഉയരുകയാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഗാസയിൽ നടന്ന ബോംബ് ആക്രമണങ്ങൾ അവിടുത്തെ ഓരോ കെട്ടിടത്തിന്റെയും ഉറപ്പ് നശിപ്പിച്ചിരിക്കുകയാണ്. പുറമേ നോക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്ന വീടുകൾ പോലും വലിയ അപകടത്തിലാണ്. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ആദ്യത്തെ കാരണം, ബോംബ് സ്ഫോടനങ്ങളുടെ പ്രകമ്പനം മൂലം കെട്ടിടങ്ങളുടെ തറയ്ക്കും തൂണുകൾക്കും വിള്ളലുകൾ, അതായത് ക്രാക്സ് സംഭവിച്ചു എന്നതാണ്. രണ്ടാമത്തെ കാരണം, ഇപ്പോൾ പെയ്യുന്ന അതിശക്തമായ മഴ ഈ വിള്ളലുകളിലൂടെ ഇറങ്ങുകയും കോൺക്രീറ്റിന്റെ ബലം പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ കാരണം, ഗാസയിലെ ഡ്രെയിനേജ് സിസ്റ്റം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. മഴവെള്ളം ഒഴുകിപ്പോകാൻ ഇടമില്ലാത്തതിനാൽ വീടുകളുടെ ഫൗണ്ടേഷനിലേക്ക് വെള്ളം കെട്ടിക്കിടക്കുകയും മണ്ണൊലിച്ചുപോയി കെട്ടിടങ്ങൾ താഴേക്ക് അമരുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഗാസയിലെ ഓരോ വീടും ഇപ്പോൾ ഓരോ മരണക്കെണിയായി മാറിയിരിക്കുകയാണ്. വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഗാസയിലേക്ക് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരുന്നതിന് ഇപ്പോഴും വലിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തകർന്ന വീടുകൾ റിപ്പയറുകളോ അല്ലെങ്കിൽ മെയിൻ്റനൻസോ ഒന്നും ചെയ്യാൻ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഗാസ സിറ്റിയിലെ ഷാത്തി റിഫ്യൂജി ക്യാമ്പിൽ ഒരു വലിയ വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് ഒരു കുടുംബം മുഴുവൻ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയെന്നതാണ്. കനത്ത മഞ്ഞും മഴയും കാരണം രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമാവുകയാണ്. സിവിൽ ഡിഫൻസ് ടീം വളരെ കഷ്ടപ്പെട്ടാണ് ഈ കുടുംബത്തെ പുറത്തെടുത്തത്. പലയിടങ്ങളിലും ആളുകൾ തകർന്ന വീടുകൾക്കുള്ളിൽ തന്നെ കഴിയാൻ നിർബന്ധിതരാവുകയാണ്. കാരണം പുറത്ത് കൊടും തണുപ്പാണ്. കൂടാതെ അവിടെയുള്ള ടെന്റുകൾ മഴയിൽ ഒലിച്ചു പോയി കഴിഞ്ഞു. അതുപോലെ വടക്കൻ ഗാസയിൽ തണുപ്പ് താങ്ങാനാകാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ നശിച്ച ടെന്റുകളിലാണ് കഴിയുന്നത്. മഴ പെയ്യുമ്പോൾ ഈ കൂടാരങ്ങൾ ഒലിച്ചു പോവുകയും ചെളി നിറയുകയും ചെയ്യുന്നുണ്ട്. വീടുകളിൽ ഇരുന്നാൽ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കും, പുറത്തിറങ്ങിയാൽ തണുത്തു മരിക്കുമെന്ന അതിദാരുണമായ അവസ്ഥയിലാണ് അവിടുത്തെ സാധാരണക്കാർ. എഞ്ചിനീയർമാരുടെ അഭിപ്രായത്തിൽ ഇനിയും മഴ തുടരുകയാണെങ്കിൽ ഗാസയിൽ സ്റ്റാൻഡിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ബാക്കിയുള്ള വീടുകൾ കൂടി അപകടത്തിലാകും. ഇത് വെറും ഒരു വീട് തകരൽ മാത്രമല്ല, പട്ടിണിയും തണുപ്പും പടരുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ തുടക്കമാണ്. ഗാസയിലെ ജനതയ്ക്ക് ഇപ്പോൾ വേണ്ടത് സമാധാനം മാത്രമല്ല, തലചായ്ക്കാൻ സുരക്ഷിതമായ ഒരിടം കൂടിയാണ്. ലോകം മുഴുവൻ ഗാസയിലെ വെടിനിർത്തലിനായി കാത്തിരിക്കുമ്പോഴും പ്രകൃതി പോലും അവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മാനുഷിക പരിഗണന വെച്ച് അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഗാസയിൽ നിന്ന് വരുന്ന ഓരോ വാർത്തയും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. യുദ്ധത്തിന്റെ കെടുതികൾ അവസാനിക്കുന്നില്ല, അത് രൂപം മാറി വന്നുകൊണ്ടേയിരിക്കുകയാണ്. യുദ്ധം വിതച്ച നാശനഷ്ടങ്ങൾ എത്ര വലുതാണെന്ന് ഗാസയിലെ ഈ ഓരോ തകർച്ചയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. തണുപ്പും മഴയും വിശപ്പും കൊണ്ട് പോരാടുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ ലോകം എപ്പോഴാണ് കണ്ണു തുറക്കുക? രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും യുദ്ധതന്ത്രങ്ങൾക്കും അപ്പുറം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവന് എപ്പോൾ വില ലഭിക്കുമെന്ന ചോദ്യം ബാക്കിയാണ്. അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.